Hey guys, this is me Minwar and welcome back to Minwarism. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓട്ടോ ഷോക്ക് പോവാണ്. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നമുക്ക് ഓട്ടോ ഷോ വരുന്നത്. നമ്മൾ മോട്ടോർ റൂമിനെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഓട്ടോ ഷോക്ക് പോകുന്നത്. മോട്ടോർ റൂം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. മോട്ടോർ റൂം എന്ന് പറയുന്നത് 2 സ്ട്രോക്ക് മാത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു ഷോറൂമാണ് മോട്ടോർ റൂം എന്ന് പറയുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അവരെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മളിന്ന് ആ ഓട്ടോ ഷോക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മോട്ടോർ റൂമിലേക്ക് പോണ വഴിയാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ മോട്ടോർ റൂമിൽ എത്തിയിട്ടുണ്ട്. മോട്ടോർ റൂം ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഇവിടെ നമ്മൾ മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി റോഡിന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഏകദേശം നമ്മളൊരു 4 വണ്ടിയോളം ഇന്നലെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒരു 3 വണ്ടികളൊന്ന് കൊണ്ടുപോകാനുണ്ട്. നമുക്ക് ഇവിടുന്ന് ചെറിയർക്ക കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ചെറിയർക്ക പറഞ്ഞ ഷോപ്പിന്റെ മുതലാളിയാണ്. അപ്പോൾ ചെറിയർക്ക വരുന്നതുള്ളൂ. അപ്പോൾ വന്നിട്ട് നമ്മൾ വണ്ടി എടുത്ത് നേരെ വിടും. കൊണ്ടുപോകാനുള്ള വണ്ടികളിൽ 2 എണ്ണമാണ് ഇപ്പോൾ ഈ കിടക്കണത്. ഇനിയിപ്പോൾ 2 എണ്ണം ഉള്ളിലുണ്ട്. മൊത്തം 4 വണ്ടി ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു RX100, ഒരു ജാവ, പിന്നെ ഒരു സെറ്റ്, പിന്നെ ഒരു ലാംബി പറഞ്ഞൊരു മോഡലും കൂടി കൊണ്ടുപോയിട്ട് വെസ്റ്റൻ്റെ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇന്ന് എക്സ്പോക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഷോപ്പ് ഇന്ന് ക്ലോസ്ഡ് ആണ്. മെയ് 2-ാം തീയതിയാണ്. അപ്പോൾ മെയ് 2-ാം തീയതിയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയിലാണ്. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് ഒരു ഇസൂസ് വരാണ്ട് വന്നിട്ട് അതിൽ കയറ്റിട്ട് നേരെ കൊടുക്കും. അങ്ങനെ ഒന്നാമത്തെ പരിശ്രമം കഴിഞ്ഞ് 2-ാമത്തെ പരിശ്രമമാണ്. ജാവ ST ഒക്കെ മോർണിംഗ് സ്റ്റാർട്ടാക്കുമ്പോൾ ഏകദേശം ഇതേമാതിരിയാണ് അവസ്ഥ. കിട്ടണമെങ്കിൽ കുറച്ച് തേക്കണം. എഞ്ചിന് ഹീറ്റായാൽ പിന്നെ കറക്റ്റായിട്ട് കിട്ടും. ഫൈനലി നമ്മളെ ഇസൂസും കൊണ്ട് നമ്മളെ ഷെബീർക്ക വന്നിട്ടുണ്ട്. മൂപ്പരൊരു ഫ്രണ്ട് ഉണ്ട്. ബാക്കി പരിപാടികൾ നമുക്ക് നേരെ വണ്ടി ലോഡ് ചെയ്യാം. 2 വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇത് പിന്നെ വേറെ ഒരു സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇത് നമ്മൾ ലോഡ് ചെയ്തിട്ട് നേരെ വിടും. ഇപ്പോൾ വണ്ടി ലോഡിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലാമ്പിങ് കയറ്റും. അവിടെ ഒരു ജാവ ഉണ്ട്, അതും കയറ്റും. അപ്പോൾ ഇപ്പം ഏകദേശം 10:30 മണിയായി. നമുക്ക് ഇനി നേരെ കോഴിക്കോട് വിടാം. അപ്പോൾ ലാമ്പ് നമ്മൾ ഇതിൽ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ജാവ നമ്മൾ ഓട്ടിക്കൊണ്ട് പോകാം കേട്ടോ. ലാമ്പി മാത്രമാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുന്നത്. ജാവ ഒരു RX100, ഒരു RX-Z ആണ് പിന്നെ നമുക്ക് വണ്ടി വരുന്നത്. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇന്നലെ നൈറ്റ് തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലോഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനും വേണ്ടി നിൽക്കുകയാണ്. ഒരു ജാവ, പിന്നെ RX100 ഞാനാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു സെറ്റ് ഉണ്ട്. ഈ വണ്ടികളാണ് നമ്മൾ റൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ ഇസുസൂല് കയറ്റിയിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് പമ്പിലാണുള്ളത്. നമ്മളെ RX-ലും 100-ലും എണ്ണ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എണ്ണ ഫില്ല് ചെയ്യാനും വേണ്ടി നമ്മൾ പമ്പ് കയറിയതാണ്. ഇസൂസു നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് നേരെ ഇസൂസുലേക്ക് പോവാം. അങ്ങനെ എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ നേരെ കോഴിക്കോട് വിടാണ്. കോഴിക്കോട് ബീച്ച് സൈഡ് ആയിട്ടാണ് നമ്മളെ കോളേജ് വരുന്നത്.
നടന്ന പരിപാടികൾ വെച്ചിട്ട് ഏറ്റവും അടിപൊളി എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഈ ഒരു റൈഡാണ്. അങ്ങനെ നമ്മളെ ഇന്നലെ വണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 4 വണ്ടി നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 4 വണ്ടി. അപ്പൊ ഞാൻ വല്ല വണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ഇഞ്ചി ഓടിക്കാൻ പോകുന്നത് ക്യാബി 100 ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. വേറൊരു ടൈപ്പ് ഓഫ് ലുക്കാണ് ഈ താല്പര്യമായിട്ട്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾ അതെടുത്ത് നമ്മൾ വണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചത് ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കേട്ടോ. നമ്മളെ ഷെബീർത്തൻ്റെ വൈഫിൻ്റെ വീടാണ്. അവിടെയാണ് നമ്മൾ നൈറ്റ് വണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ വിട്ടിന് ഇനി ബാക്കി നമുക്ക് വലപ്പം പിടിക്കണം. അപ്പോൾ അടുത്ത പരിപാടി വെക്കും. ഓക്കെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നും അറിയില്ല, നല്ല വീടാണ്. നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്തിയാണ്. വണ്ടിയൊക്കെ നിരത്തിയിട്ടാണ് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്തിയാണ്. ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുള്ളൂ കേട്ടോ. അത് നമ്മൾ ഓട്ടോഷോപ്പും വണ്ടി ഇറക്കിയ വണ്ടി. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടു. നമ്മളിവിടെ എത്തി. അത്ര വലിയ പരിപാടിയൊന്നുമില്ല. കുറച്ച് വണ്ടികളെ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളെ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഷോപ്പും വണ്ടി വെച്ചിന്. ഞാൻ ആ ക്യാബ് 100 എടുത്തിന്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ ചെക്കന്മാർ വണ്ടി കാര്യങ്ങളൊക്കെ ഷോപ്പും വണ്ടി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു RX-നെയാണ് ആദ്യം ഓടിച്ചത്. പിന്നെ ഞാൻ നേരെ ക്യാബ് 100 മാറി. ക്യാബ് 100 ഒന്നുകൂടി ഒരു വേറെ വിൻറ്റേജ് ടൈപ്പ് ഓഫ് ലുക്ക് തരുന്നുണ്ട്. ഞാൻ നേരെ ക്യാബ് 100 മാറി. പിന്നെ ഇതിലുള്ള കാറുകളിൽ പല വണ്ടികളും നിങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലായിട്ട് കണ്ടിട്ടുണ്ടാവും. കാണുന്ന വണ്ടി, പിന്നെ അവിടെയുള്ള റെഡ് സ്കോർപിയോ, ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വണ്ടി ഇവിടെ എങ്ങനെയാണ് നമുക്ക് സ്പേസ് ഉള്ളത്. പിന്നെ നമ്മളെ ഇസുസുദാ ലാമ്പ് ഇനി ഇറക്കണം. ലാമ്പ് ഈ ഇറക്കൽ സാധ്യത കുറവാണ്, അതിൽ തന്നെ വെക്കലേ കാലം മിക്കവാറും. പിന്നെ നമ്മുടെ ജാവ ഇവിടെ ഉണ്ട്, ഒരു 135 ഉണ്ട്, സോറി 100 ഉണ്ട്, പിന്നെ ഒരു X100 ഉണ്ട്, പിന്നെ ജസ്പ ഒരു 100, ഒരു KB 100, SD, ഒരു Z. അതാണ് കേട്ടോ നമ്മളെ മോട്ടോർ റൂമിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന വണ്ടി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിരത്തിഞ്ഞും വണ്ടി വരാണ്ട്. ലാമ്പ് ഇറക്കാനുള്ള പരിപാടി കേട്ടോ. ലാമ്പ് ഇപ്പോൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് എന്നിട്ട് വെക്കും. പിന്നെ ഇതാണ് നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് വില്ലീസ് കാര്യങ്ങളാണ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് കച്ചേഴ്സ് ആയിരിക്കും, ജീപ്പ് വന്നിട്ടാണെന്ന് തോന്നണേ. ഒറിജിനൽ വില്ലീസാണോ എന്ന് കറക്റ്റ് അറിയില്ല. പിന്നെ അവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട ഒരു സ്കോർപിയോ അടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കണ്ടൊരു വണ്ടി. കാരണം ഇവിടെ ഒരു മിനി അടക്കുന്നുണ്ട്, ഒരു ഓടി അടക്കുന്നുണ്ട്. വണ്ടി അത്യാവശ്യം ഉണ്ടെന്ന് ഇനി പറഞ്ഞിനി. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ വണ്ടി കുറവാണ്. ഈ കാണുന്ന വണ്ടികളിപ്പോൾ അവൈലബിൾ ഇവിടെ ട്രാക്സ്പെക്ട് ജീപ്പാട്ടോ. ഈ വണ്ടി പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയതുണ്ട്. പിന്നെ ഒരു സിവിക്ക് കിടക്കുന്നുണ്ട്. അതൊരു ഡബിൾ ടൈറിങ് തന്നെ, അതായത് ബാക്കും ഫ്രണ്ടും വണ്ടി തിരിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് വെഹിക്കിളാണ്.
അത് ഫുൾ ട്രാക്ക് സ്പെക്ക് ആയിട്ടുള്ള ഗീക്കാണ്. പിന്നെ നമ്മുടെ വണ്ടി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഭ്രാന്തന്മാർക്കും വരാം. ടാക്സ് 200 പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫേമസ് ആണ് ഈ വണ്ടി. പിന്നെ പുറത്ത് നല്ല വെയിലാട്ടോ. ഞാൻ വെല്ല കയറി വണ്ടി കയറി ഇരുന്ന് നമ്മളെ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അതൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്മൾ ഡിസ്പ്ലേക്ക് വണ്ടി അവിടെ ഒക്കെ സെറ്റാക്കി നിർത്തി. പിന്നെ അത്യാവശ്യം വണ്ടികൾ ഉണ്ടെന്ന് ഇനി പറഞ്ഞിനി. നമ്മളെത്തിയപ്പോൾ വണ്ടികൾ ഇപ്പോൾ ഇവിടെ വണ്ടികൾ എണ്ണം കുറവാണ്. ഒരു 10-15 വണ്ടികളെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് കുറച്ച് വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞ പോലൊക്കെ പോയതാണ് പറഞ്ഞു. ഇനിയിപ്പോൾ വണ്ടി വരാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം 18ാം വയസ്സിൽ തന്നെ ആദ്യത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഷോ അല്ലെങ്കിൽ കോളേജ് ഷോ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് സാധനം ഉണ്ടല്ലോ, അത് കിട്ടി. പിന്നെ ഇതിപ്പോൾ താങ്ക്സ് ടു മോട്ടോറും, അതാണ് എനിക്ക് പറയാനുള്ളത്. മോട്ടോർ റൂമിൻ്റെ രീതിയിലാണ് ഞാൻ ഇങ്ങനൊരു ഇതിലേക്ക് വന്നത്. താങ്ക്സ് ടു മോട്ടോറും. ഇപ്പോൾ മോട്ടോർ റൂം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ മോട്ടോർ റൂം എന്ന് പറയുന്നത് 2 സ്ട്രോക്ക് വെഹിക്കിൾസ് മാത്രം ഫോക്കസ് ചെയ്ത് വിൽക്കുന്ന ഒരു ഷോപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് ജാവ, SD, RX, ZD, RX 100, 135 അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ മോട്ടോർ റൂമിനെ കോൾ ചെയ്തുകൊണ്ട് ഞാൻ നമ്പർ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് സർവീസ് കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും മോട്ടോർ റൂമിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി കണ്ടൻറ്റുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാണാം.